ഇപ്പോഴുള്ള ലാൽ എന്ന് പറയുന്ന ഈ ഒരു നടന്റെ ജീവിതത്തിലുള്ള ഒരു ഒരു ഫേസ് എങ്ങനെയാണ്? ഞാൻ എന്നും ഒരുപോലെയൊക്കെ തന്നെയാണ്. അന്നൊന്നും എനിക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യം ചോദിച്ചിടത്ത് തന്നെ തുടങ്ങാം. കുറേ നാള് രേഖ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറയുമെന്ന് പറഞ്ഞില്ല. ഞാൻ ആർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇതുവരെ എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. നിങ്ങളെ തൊഴിൽ കുഴപ്പമാക്കുകയല്ല, പക്ഷെ ഉറപ്പായിട്ടും ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ 4 ശത്രുക്കൾ ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുള്ളതാണ്. പണ്ട് NF വർഗീസിന്റെ ഇന്റർവ്യൂ നടക്കുന്ന ഒരു ടിവിയിൽ ഞാൻ സ്ഥിതിക്കുന്നിട്ട് എണ്ണിയിട്ടുണ്ട്. 1 2 16 വരെ കിട്ടി ഞങ്ങൾക്ക്. കാരണം പുള്ളി വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ്. സത്യസന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പറയുന്നതിനകത്ത് ശത്രുക്കൾ ഇഷ്ടംപോലെ. ഇനി അതല്ല, ആരെയും വേദനിപ്പിക്കരുതെന്ന് കരുതി സംസാരിച്ചാൽ പോലും ചിലപ്പോൾ ചോദിക്കും നിങ്ങളുടെ സിനിമകളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമുക്ക് തോന്നും. പക്ഷെ അതുപോലെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പറ്റി ചോദിച്ചാലും ഒക്കെ നമുക്കിങ്ങനെ രണ്ടോടത്ത് എല്ലാവരും ഓർത്ത് പറയാനൊന്നും പറ്റില്ല. ഇതിനു വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നതല്ലോ. അപ്പൊ ഇതിൽ പലരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അവനും ചിലപ്പോൾ ഈസി ആയിട്ട് എടുക്കായിരിക്കും. പക്ഷെ അവന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് അവന് കാണുന്നതെങ്കിൽ അവന്റെ വീട്ടില് എല്ലാം ധാരണ ലാലും അവനും ഭയങ്കര ക്ലോസ് ആണെന്നാണ്. പക്ഷെ ആ പേര് പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലരുടെയും ഇന്റർവ്യൂ കണ്ടിട്ട്. ഇപ്പൊ അടുത്ത കാലത്ത് സുരേഷ് കൃഷ്ണൻ ഞാൻ ഭയങ്കര സുഹൃത്തുക്കളാണ്. എനിക്ക് സുരേഷ് നന്നായിട്ട് അറിയുകയും ചെയ്യും. അപ്പോൾ സുരേഷിൻ്റെ ഇന്റർവ്യൂ വന്നപ്പോഴും സുരേഷ് സുഹൃത്തുക്കളെ പറ്റി ചോദിച്ചപ്പോഴും എൻ്റെ ബിജു മേനോൻ അങ്ങനെ 2-3 പേരെ സിനിമയിലെ പറഞ്ഞു. ഇവരൊക്കെ എന്നെ അറിയാവുന്നവരാണ്, എൻ്റെ തൊണ്ടയിടറിയാൽ അവർക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇതൊക്കെ അറിയാവുന്ന എനിക്കത് വിഷമമുണ്ടാക്കി. ഞാൻ സുരേഷിനടുത്ത് പറഞ്ഞു, സുരേഷ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതിനകത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രമിക്കുക, കഴിയുന്നത് ഇങ്ങനത്തെ ഇന്റർവ്യൂവിന് പോകാതിരിക്കുക.